ഹലോ, പറയൂ മാഡം. രാമു ആണോ? അതെ മാഡം. നളിനി മാഡമാണ് നിങ്ങളുടെ നമ്പർ എനിക്ക് തന്നത്. മാഡം നിങ്ങളുടെ പേര്? എന്റെ പേര് ലക്ഷ്മി എന്നാ. ഓ, നിങ്ങളായിരുന്നോ മാഡം? മാഡം എന്നെ വിളിച്ചിരുന്നു. ഉം, നിങ്ങളിപ്പോ എവിടെയാണ്? അതെ, ഗസ്റ്റ് ഹൗസിലേക്ക് എപ്പോഴാ വരിക? ഞാൻ ഓൾറെഡി ഗസ്റ്റ് ഹൗസിലേക്ക് വന്ന് 10 മിനിറ്റ്സ് ആവുന്നു. ഓ, അങ്ങനെയാണോ? നിങ്ങൾ എവിടെയാ ഉള്ളത്? ഓ, നിങ്ങൾ അപ്പോഴത്തേക്കും വന്നോ? ഞാൻ ഗസ്റ്റ് ഹൗസിന് വേണ്ടിയ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി മാർക്കറ്റിലേക്ക് വന്നിരിക്കുകയാണ്. ഉം, ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴത്തേക്കും വന്നേക്കും. ഉം, ഉം, നമ്മുടെ ഗസ്റ്റ് ഹൗസിന്റെ റൈറ്റ് സൈഡിൽ ചെയറൊക്കെ ഉണ്ടാവും മാഡം. നിങ്ങളവിടെ വെയിറ്റ് ചെയ്യൂ, ഞാൻ ഇപ്പോൾ വന്നേക്കാം. ഉം. ഹലോ, ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് നളിനി മാഡത്തിനെ കണ്ടിട്ടാ വന്നത്. അവര് ഗസ്റ്റ് ഹൗസിന്റെ സ്പെയർ കീ എനിക്ക് തന്നിരുന്നു. ഞാൻ അകത്തന്നെയാ ഉള്ളത്. നിങ്ങൾ വേഗം ഒന്ന് വരണം. ഓ, അങ്ങനെയാണ് മാഡം. ശരി മാഡം, നിങ്ങൾ അകത്ത് വെയിറ്റ് ചെയ്യൂ, ഞാൻ ഇപ്പോൾ വന്നേക്കാം. ഓക്കെ. ഇതെന്താ, ഇതുവരെ ഒരുത്തി പോലും വന്നില്ലല്ലോ. ശ്ശോ. ഇവളുമാരുടെ ഒരു കാര്യം. എന്തോന്ന്, എന്തൊക്കെയുണ്ടെന്നോ? നിങ്ങൾ എവിടെയാടെ ഉള്ളത്? നിങ്ങൾക്ക് വേണ്ടി ഞാൻ എത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നേ. നിങ്ങൾ എപ്പോഴാ ഇങ്ങോട്ട് വരാൻ പോകുന്നേ? അല്ല, നീ ഇപ്പൊ എവിടെയാള്ളേ? എന്തായി പറയുന്നേ? നീ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ നിന്നോട് വരാൻ പറഞ്ഞില്ലല്ലോ. എടി, ഞാൻ മീനയാണ്. നീ വേറെ ആളാണെന്ന് കരുതിയിട്ടാണോ സംസാരിക്കുന്നേ? നീ എന്താ പറഞ്ഞു വരുന്നെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒന്നും മനസ്സിലാവുന്നില്ലെന്നോ? അതെന്താടി അങ്ങനെ പറഞ്ഞ്? അപ്പോഴേക്കും നീ എല്ലാം അങ്ങ് മറന്നു അല്ലേ? നിങ്ങളെയൊക്കെ വിശ്വസിച്ച് ഒരു പാർട്ടി അറേഞ്ച് ചെയ്തത് എന്റെ തെറ്റ് തന്നെയാ. എന്ത് പാർട്ടിയോ? നീ അറേഞ്ച് ചെയ്തെന്നോ? ഹേയ്, എന്താടി നീ പറഞ്ഞില്ലല്ലോ? അപ്പോ സത്യത്തില് നിനക്ക് കാര്യം എന്താന്ന് അറിയില്ല? സോന നിന്നോട് പറഞ്ഞില്ലായിരുന്നോ? സോനയോ? സൂപ്പർ. എടി, നിനക്ക് പറയാനായിട്ട് വേറെ ആളെയൊന്നും കിട്ടിയില്ലേ? ഇന്നലെ കഴിച്ച ഭക്ഷണം എന്താണെന്ന് അവളോട് ചോദിച്ചാൽ അവൾക്ക് ഓർമ്മയില്ലാത്തവളാ. അവളോട് പോയി ഫോൺ ചെയ്യാൻ പറഞ്ഞേക്കുന്നു. നിനക്ക് എന്നെ വിളിച്ച് പറഞ്ഞുകൂടായിരുന്നോ? ഇങ്ങനെ ചെയ്തല്ലോ നീ. അവള് നിന്നോട് പറഞ്ഞു കാണുന്ന ഞാൻ വിചാരിച്ച്. ഒന്ന് പോടി. അതിരിക്കട്ടെ, നീ എവിടെയാള്ളേ? ഒന്ന് പെട്ടെന്ന് വരാൻ പറ്റുമോ? ഏയ്, എനിക്ക് ഇന്നൊരു പ്രധാനപ്പെട്ട മീറ്റിംഗ് ഉണ്ട്. ഇന്നലെ പറഞ്ഞെങ്കിൽ ഞാൻ ഓഫീസിൽ നിന്ന് ലീവ് എടുത്തേനെ. ഇങ്ങനെ അവസാന നിമിഷത്തിൽ പറഞ്ഞ ഞാൻ എന്ത് ചെയ്യാനാ? അയ്യോ, അപ്പൊ ഇന്നത്തെ പാർട്ടിയിൽ നീ ഉണ്ടാവില്ല? ഷേ, ഈ സോന എന്ത് പരിപാടിയാടി കാണിച്ചേ? ഏയ്, വിട്ടേക്ക്. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളൂ. പറ്റിയ ഞാൻ മോർണിംഗ് വന്ന് ജോയിൻ ചെയ്തോളാം. ഓക്കെ അല്ലേ? ശരി, എനിക്ക് മീറ്റിംഗിന് സമയമായി. ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. ബൈ. ശരി, ഓക്കെ. ഈ സോനയ്ക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഹലോ. എടി സോന, നീ ഇത് എവിടെയാള്ളേ? വരുന്നടി. നിന്റെ നാട്ടിലുള്ള ഗസ്റ്റ് ഹൗസിലേക്ക് ഞാൻ തന്നെ നേരത്തെ എത്തി. നിനക്ക് വരാൻ ഇത്ര നേരം വേണോ? എടി, ഞാൻ അടുത്തെത്തി. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യ്, ഞാൻ വരും. ഒത്തിരി ട്രാഫിക് ആണെടി. ഓക്കെ ഡി. നീ മീനയ്ക്ക് പാർട്ടിയുള്ള കാര്യം പറഞ്ഞില്ല? ഞാൻ അവളെ വിളിച്ചായിരുന്നു, പക്ഷെ അവൾ എന്റെ കോള് പിക്കേ ചെയ്തില്ല. അതാ അവളെ പിന്നെ വിളിക്കാന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഓഫീസിലെ വർക്ക് വളരെ ടൈറ്റ് ആയിരുന്നു. അപ്പൊ ഞാൻ മറന്നുപോയിടി. സോറി കേട്ടോ. നിനക്ക് അവളോട് പറയായിരുന്നില്ലേ? എടി, എല്ലാം നീ നോക്കിക്കോളൂന്ന് വിശ്വസിച്ചിട്ട് ഞാൻ ആരോടും പറയാതിരുന്ന തന്നെയാണ് ഞാൻ ചെയ്ത തെറ്റ്. അയ്യോ, സോറിടി. അവള് വരുന്നില്ലെങ്കിൽ എന്താ, ഞാൻ നിനക്കൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ടല്ലോ. അതെന്താ സർപ്രൈസ് ആടി? ഞാൻ വരുന്നവരെ അത് എന്തായിരിക്കും ആലോചിച്ച് നോക്ക്. അതിനകം ഞാൻ എത്താം. ഇപ്പൊ തന്നെ പറഞ്ഞെങ്കിൽ അതില് സർപ്രൈസ് ഒന്നും ഉണ്ടാവില്ലല്ലോ. ഒന്ന് വെയിറ്റ് ചെയ്യടി, ഞാൻ വരാം. ഹലോ സന്തോഷ്. എന്താ ചക്കരെ, കുറേ നേരമായിട്ട് ഞാൻ വിളിക്കുന്നു. ഫോൺ ബിസി ആയിട്ടേ ഉണ്ടല്ലോ. ആരോടാ സംസാരിച്ചോണ്ടിരുന്നത്? അത് വേറെ ആരുമല്ല സന്തോഷ്, എന്റെ ഫ്രണ്ടിനോട് സംസാരിക്കുകയായിരുന്നു. ഒന്നുമില്ല മോളെ, അവിടെ സേഫ് ആയിട്ട് എത്തിയോന്ന് അറിയാൻ വേണ്ടി വിളിച്ചത്. ഞാൻ സേഫ് ആയിട്ട് എത്തി സന്തോഷ്. നിന്റെ ഫ്രണ്ട്സ് എല്ലാം വന്നോ? ഇല്ല സന്തോഷ്, അവർക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. ഓക്കേ ചക്കരെ, പാർട്ടി നല്ലോണം എൻജോയ് ചെയ്യ്. ഞാൻ നിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. ഓക്കേ. ഓക്കേടാ, ബൈ. ബൈ. മാഡം. ആ, നമസ്കാരം മാഡം. നമസ്കാരം. ഞാനാ രാമു. ഓ, അത് നിങ്ങളായിരുന്നോ? അതെ ഞാൻ കുറച്ച് ഏജ്ഡ് പേഴ്സൺ ആയിരിക്കുന്നു വിചാരിച്ചു. ശരി ശരി, നിങ്ങൾക്ക് പാചകം ചെയ്യാൻ അറിയോ? നല്ലോണം അറിയാം മാഡം. ഇവിടെ എല്ലാം ഞാനാണ്. നിങ്ങൾക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി. വെജ്, നോൺ വെജ്, എന്ത് വേണമെങ്കിലും ഞാൻ ഉണ്ടാക്കി തരാം മാഡം. ഓക്കെ. മാഡം,
നിങ്ങൾ മാത്രമാണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വരുന്നുണ്ടോ മാഡം? എന്റെ ഫ്രണ്ട്സ് രണ്ടുപേര് വരാനുണ്ട്. കുറച്ചു കഴിഞ്ഞാൽ അവരിങ്ങ് എത്തിക്കോളും. ശരി മാഡം, ഞാൻ അകത്ത് പോയി ജോലി ചെയ്യട്ടെ. ആ ഉം. ഓക്കെ. ഹെടി സോന, ഇത് നീയാന്ന് എനിക്കറിയാം. മുന്നോട്ട് വാടി. എന്തുവാടി, എങ്ങനെയാ നീ മനസ്സിലാക്കിയേ? ഉം. പുറകിലൂടെ വന്ന് കണ്ണു പൊത്തുന്നതൊക്കെ നീ അല്ലാണ്ട് വേറെ ആരാടി ചെയ്യ? നിന്നെ കുറിച്ച് കോളേജിലുള്ള എല്ലാവർക്കും അറിയാലോ. എടി, ഇന്ന് വരെ നീ അത് മറന്നില്ലേ? അതുകൊള്ള എന്തൊരു ചോദ്യം അത്. ഇതൊക്കെ ഞാൻ എങ്ങനെ മറക്കാനാ? അതിരിക്കട്ടെ, നീ എന്താ മീനെ അറിയിക്കാതിരുന്നേ? അതോ, അവള് ഫോൺ അറ്റൻഡ് ചെയ്തില്ലടി. അതിന് ഞാൻ എന്ത് ചെയ്യാനാ? വാട്സാപ്പിൽ ഒരു മെസ്സേജ് എങ്കിലും അയക്കായിരുന്നില്ലേ? സോറി കേട്ടോ. കണ്ടോ, ഞാനത് ഓർത്തേയില്ല. ശ്ശേ, അവള് വന്നിരുന്നെങ്കി പാർട്ടി ശരിക്കും ഉം. അടിപൊളി ആയേനെ അല്ലേ? അടിച്ചു പൊളിക്കായിരുന്നു. ഉം. അവൾ ഇപ്പൊ വന്നാലും നന്നായേനെ. അവളുണ്ടെങ്കി നമുക്ക് ഒന്നുകൂടെ അടിച്ചു പൊളിക്കാൻ പറ്റും. നീ രക്ഷപ്പെട്ടല്ലോടി മീനാ. നീ അറിയിക്കാതിരുന്നതുകൊണ്ടാടി അവള് രക്ഷപ്പെട്ടത്. ഉം. എന്തെങ്കിലും ഒരു ദിവസം അവള് കുടുങ്ങുമല്ലോ, അപ്പൊ അവക്കിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. അല്ല, നീ എന്തോ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ആ? ഏ, അ- അല്ല, ഇതാരടി? സർപ്രൈസ് എന്ന് പറഞ്ഞില്ലേ, നീ തന്നെ കണ്ടുപിടി. ആ, ആ, പവിത്രയാണോ? ഇല്ല. ഉം, സുന്ദരി? നോ. ഹേ, മീനല്ലേ ഇത്? ഉം. പാർട്ടിക്ക് വരില്ല എന്ന് പറഞ്ഞിട്ട് അവള് വന്നു അല്ലേ? പോടി. ദിവ്യ, നീ എന്താടി ഇവിടെ? നീ എപ്പോഴാ ഫോറിന്ന് വന്നത്? ഞാൻ വന്നിട്ട് ഒരാഴ്ചയായിടി. ഇന്നലെയാണ് ഞാൻ സോനയെ വിളിച്ചത്. ഉം. അപ്പോഴാണ് അറിഞ്ഞ നിനക്ക് നെക്സ്റ്റ് വീക്ക് മാരേജ് ആണെന്ന്. അത് മാത്രല്ല, ഈ പാർട്ടിക്ക് അവളാണ് കൂട്ടിക്കൊണ്ടുവന്നത്. അഡ്വാൻസ് ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു ഡി. പക്ഷെ നിനക്കെന്നെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ. എല്ലാരുടെ പേരും പറഞ്ഞല്ലോ, പക്ഷെ നീ എന്റെ പേര് മാത്രം പറഞ്ഞില്ല. ഹെടി, നിന്നെ ഞാൻ എങ്ങനെ മറക്കാനാ? സത്യത്തിൽ ഞാൻ നിന്നെ ഇവിടെ പ്രതീക്ഷിച്ചതേയല്ല. ശരി, സാരല്ല, വിട്ടേക്ക്. ലെറ്റ്സ് എൻജോയ് ദ ബാച്ചിലർ പാർട്ടി. ഹേ രാമു. മാഡം? സുഖം തന്നെയല്ലേ? സുഖാണോ മാഡം? മാഡം, നിങ്ങൾക്ക് സുഖമാണോ? കൊഴപ്പില്ല. എന്താ ഉണ്ടാക്കുന്നത്? മാഡം, നിങ്ങൾക്ക് വേണ്ടിയാണ് ബ്രെഡ് ഓംലെറ്റും ലെമൺ ടീയും ഉണ്ടാക്കുന്നത് മാഡം. ഓ, അങ്ങനെയാണോ? സൂപ്പർ. ആ അതെ മാഡം. ഗുഡ് കോമ്പിനേഷൻ. ഓക്കെ ഓക്കെ, പെട്ടെന്ന് ചെയ്തേക്ക്. ഓക്കെ മാഡം. ഉം. ഹേ രാമു, മാഡം പറയൂ മാഡം. അവിടെ ആ ബോക്സ് ഇരിപ്പുണ്ടല്ലോ, അത് കാർഡ്സ് അല്ലേ? അതെ മാഡം. അല്ല, ആരാ അത് കിച്ചണിൽ വെച്ചത്? മാഡം, അത് ഇതിന് മുമ്പുണ്ടായിരുന്ന ഗസ്റ്റ് കളിക്കാൻ വേണ്ടി വാങ്ങിയതാണെന്ന് തോന്നുന്നു മാഡം. ഓ, ഹേ രാമു, കള്ളം പറയല്ലേ. രാമു കളിക്കുന്നു പറഞ്ഞാ ഞാൻ എന്താ തെറ്റിദ്ധരിക്കാൻ പോവാ? ഒന്നങ്ങ് പറ. അയ്യോ, അങ്ങനെയൊന്നുമില്ല മാഡം. ഈ കാർഡ് ഇവിടെയുള്ള കാര്യം നിങ്ങൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് തന്നെ അറിയുന്നത്. അങ്ങനെയാണോ? ശരി, കുഴപ്പമില്ല. അത് ഞാൻ എടുത്തോട്ടെ. ആ എടുത്തോളൂ.